ആണികളേറ്റ പാണികളാലെ ആണികളേറ്റ പാണികളാലെ അനുദിനം അവനെന്നെ നടത്തിയിടുന്നു. അനുദിനം അവനെന്നെ നടത്തിയിടുന്നു. ആണികളേറ്റ പാണികളാലെ ആണികളേറ്റ പാണികളാലെ അനുദിനം അവനെന്നെ നടത്തിയിടുന്നു. ആമേൻ. അനുദിനം അവനെന്നെ നടത്തിയിടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ആകാശം ഭൂമി ഉണ്ടാക്കിയ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, 2024 വർഷം നവംബർ മാസത്തിലെ താവി അവസാനത്തെ വെള്ളിയാഴ്ച നിങ്ങൾക്ക് ദാനം നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന ഈ 29-ാം ദിവസം വരെ ഞങ്ങൾ ഓരോരുത്തരും കർത്താവ് ഉള്ളംകൈയിൽ വഹിക്കും കരം പിടിച്ച് നടത്തിയ ഞങ്ങളുടെ താവ് മഹാസ്നേഹത്തെ ഓർത്ത് ഞങ്ങളുടെ താവ് നിത്യ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദൈവം വിശ്വസ്തയും കരുണയെല്ലാം ഞങ്ങളുടെ ജീവിത യാത്ര ഇന്നിയോളം അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച വൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ താവ് ഞങ്ങളെ മാത്രം ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, സഹോദരി സഹോദരന്മാരെ, വാർദ്ധരായിരിക്കുന്ന മാതാപിതാക്കളെ, രോഗികളെ, ദൂരസ്ഥരായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, അതാവ് കർത്തദാസന്മാരെ എല്ലാം കർത്താവ് വഹിച്ച വൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന അതാവേ ഈ വർഷത്തിന്റെ 15-ാം മാസം ദൈവസഭയെ ഒരുമിച്ച് കൂടുവാനും ദൈവസഭ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കർത്താവിനെ ദൈവത്തിൽ വരുവാൻ, സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, വിവിധ വിഷയങ്ങളോട് പ്രാർത്ഥിപ്പാൻ അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കഴിഞ്ഞ നാളുകളെല്ലാം കർത്താവ് നിങ്ങളെ സഹായിച്ചല്ലോ. ഞങ്ങൾ അനുഗ്രഹിച്ച വൻ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ചെയ്യുന്ന സകലത്തിലും കൃതാർത്ഥരായി തീരുവാൻ അങ്ങയുടെ കൃപ ഞങ്ങളെ ചൊരിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ദുഷ്ടായ പിശാച് ഞങ്ങളെ തകർക്കുവാൻ, ദൈവസഭയെ, കുടുംബങ്ങളെ, വ്യക്തികളെ, കർത്തദാസന്മാരെ, ശുശ്രൂഷകളെ തകർക്കുവാൻ അവൻ ശ്രമിച്ച അവന്റെ സകല ശ്രമത്വമേലും നസ്രായ യേശു ക്രിസ്തു നാമത്തിൽ പിതാവായ ദൈവം ഇന്ത്യയോളം ഞങ്ങൾക്ക് നൽകിയ ജയത്തെ ഓർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് മാത്രം സ്തുതിക്ക് യോഗ്യൻ, അങ്ങ് ജയാളിയാകിയ സ്തോത്രം ചെയ്യുന്നപ്പാ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽ കൂടുന്ന ദൈവത്തിനായി സ്തോത്രം. ജോലിക്ക് വേണ്ടി മറ്റുള്ള വിദ്യാഭ്യാസത്തിൽ പോയ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഭവനങ്ങൾ രോഗികളായിരിക്കുന്ന പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിലുള്ളവർക്കായി സ്തോത്രം. അവരെല്ലാം കർത്താവ് സഹായിക്കും, അനുഗ്രഹിക്കും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളിവിടെ കൂടി വന്ന നിമിത്തമായി ഹല്ലേലൂയ. ഞങ്ങൾക്ക് മാത്രമല്ല, അവർക്കും ദൂരസ്ഥരായിരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും ദേവദാസന്മാർക്കും ഞങ്ങളെ താവേ കൂട്ടായ്മയുടെ അനുഗ്രഹം അവരും പ്രാപിപ്പാൻ കർത്താവ് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാസൻ പാപ്പച്ചാൻ പാസ്റ്ററായി സ്തോത്രം ചെയ്യുന്നു. ജോലി ആൻഡിക്കായി സ്തുതിക്കുന്നു. ഗിഫ്റ്റിക്കായി സ്തോത്രം, ഗിഫ്റ്റ്സനായി സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി കർത്താവ് ഇത്രത്തോളം അവരെ സഹായിച്ചല്ലോ. അതാവേ ആത്മനിയോഗത്താൽ അതേപോലെ ദൈവസഭ താനതാവേ പ്രസ്താവിക്കുന്ന കാര്യങ്ങൾ അതേപോലെ ദൈവസഭ ഒരുമിച്ച് തന്നോട് ചേർന്ന് പ്രവർത്തിപ്പാൻ, അധ്വാനിപ്പാൻ, പ്രാർത്ഥിപ്പാൻ ഒക്കെ ഇന്നോളം കർത്താവ് സഹായിച്ചു കൃപയ്ക്കായി സ്തോത്രം. കമ്മിറ്റി അംഗങ്ങൾക്കായി സ്തുതിക്കുന്ന കുടുംബങ്ങളായും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ താവേ വിഷയങ്ങളെ ഹല്ലേലൂയ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ട് അതും ദൈവസഭയിൽ പ്രാർത്ഥിച്ച് ആലോചന പ്രാപിച്ച് നിയോഗത്താൽ കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളുടെ ദാസ് ഇന്നോളം കർത്താവ് സഹായിച്ച എല്ലാ കൃപയ്ക്കായി സ്തോത്രം. വീണ്ടും കർത്താവിന് സമയം വരെ ബലത്തോടെ നിൽപ്പാൻ ദൈവാത്മാവെ സഹായിക്കണമേ. അല്പസമയം ദൈവസ്ഥ ഇരിക്കുന്ന ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം. ഇന്നലെ പകല താവേ ഉപവാസ പ്രാർത്ഥന അല്ലെങ്കിൽ താവേ ഭവന പ്രാർത്ഥന ഞാൻ കൂടി വന്നു. അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് വ്യക്തമായി സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന ഇന്ന് താവേ സഭയാ വീണ്ടും കൂടി വന്നിരിക്കുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവ് വീണ്ടും ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം. കേൾക്കുന്ന വചനം അതിശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താവേ എല്ലാ വിഷയങ്ങൾക്കായി സ്തോത്രം. ഇന്ന് പകൽ ലോകമെമ്പാടും നടത്തുന്ന എല്ലാ ആത്മീയ കൂട്ടങ്ങളെ, ഓൺലൈനിലെ കൂട്ടങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടുള്ള വിശുദ്ധന്മാർക്ക് സമാധാനമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായി സ്തോത്രം. സകലം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കൈകളി ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. സ്തോത്രം. കർത്താവെന്ന ദൈവമക്കൾക്കും ദേവദാസ കുടുംബത്തിനും യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു പകലും കൂടി ഈ 15-ാം മാസം ദൈവസന്നിധി നമുക്ക് സഭയുടെ ഉപവാസ പ്രാർത്ഥനയായി കൂടുവാൻ കർത്താവ് നമ്മോട് കാണിക്കുന്ന കരുണയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ കഴിഞ്ഞ
കഴിഞ്ഞ മാസം ഈ മാസം തുടക്കം സൗബ്രദറിൻ്റെ വീട്ടിൽ സ്വന്തം പാസ്റ്റർ പറഞ്ഞ ആ ഒരു വാക്യം അല്ലെങ്കിൽ വചനം ആലോചന ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിൽ അത് കയറി വരാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വീണ്ടും അത് കടന്നു വന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം എന്ന യെശയ്യാവ് പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവാത്മാവ് പറയുന്ന ഒരു ഭാഗമാണ്. അവിടെ ദൈവാത്മാവിൽ പാസ്റ്റർ അവിടെ ആ ഭവനത്തോടും അവിടെ വന്ന എല്ലാവരും നമ്മളെല്ലാം കർത്താവ് സംസാരിച്ചത് സ്തോത്രം ചെയ്യണം. അന്ന് മുതൽ ഇടയ്ക്കിടയ്ക്ക് അതിനോട് ചേർന്ന് ഉള്ള കാര്യങ്ങളാണ് ഞാനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന. ദൈവാത്മാവിനോട് സംസാരിക്കാൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യണം. നിങ്ങൾ എനിക്ക് വേണ്ടി പണിയുന്ന ആലയം ഏത് വിധം സ്തോത്രം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പണിയാൻ നമുക്ക് സാവകാശമില്ല. അത് ഭവനത്തിന് അത് ലോകപ്രകാരമുള്ള ആലയമായാലും അതേ സ്തോത്രം നമ്മുടെ ശരീരമാകുന്ന ആലയമായാലും ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം വചനപ്രകാരമാണ് നാം അത് പണിയേണ്ടത്. അപ്പോൾ ശരീരമാകുന്ന ആലയം എങ്ങനെ പണിയും എന്ന് ചോദിച്ചാൽ സ്തോത്രം ദൈവഹിതപ്രകാരം കൈ ചെയ്യേണ്ട പ്രവൃത്തി എങ്ങനെയാണെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. കാൽ ചെയ്യേണ്ട പ്രവൃത്തി എങ്ങനെയാണെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. തലച്ചോറ് ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. കണ്ണുകൊണ്ട് കാണേണ്ടത് എന്താണെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഓരോ അവയവും അതിൻ്റെ ആ പ്രവൃത്തി ചെയ്യുവാൻ ബൈബിളിലെ വചനപ്രകാരം നമുക്ക് നൽകിയ ഉപദേശമുണ്ട്. ആ ഉപദേശം പ്രാപിച്ച് വേണം നമ്മുടെ ശരീരമാകുന്ന ആലയത്തിൽ നാം പണിയുവാൻ. ആ പണിയിൽ അല്പമൊക്കെ സ്വതം വേണ്ടുവണ്ണം അത് പണിയാൻ പറ്റാത്ത സാഹചര്യം വരാറുണ്ട്. അതിനുവേണ്ടിയാണ് ദൈവസഭയെ കർത്താവ് നമുക്ക് തന്നത്, അല്ലെങ്കിൽ ദൈവസഭയിൽ നമ്മെ ആക്കി വെച്ച് സ്തോത്രം ചെയ്യുന്നത്. നമ്മുടെ കൂട്ടായ്മകളെല്ലാം നമ്മുടെ ആത്മീയ വർധനയ്ക്കും യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് നമ്മളെ ഒരുക്കുവാൻ വേണ്ടിയാണ് ഈ കൂട്ടായ്മകളെല്ലാം വെച്ചിരിക്കുന്ന. ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ അവിടെ ആ ആലയം പണിയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ പണിയപ്പെടുവാൻ ദൈവാത്മാവ് ഈ നാളുകൾ നമ്മളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇന്നലെ സ്തോത്രം വന്ന പ്രാർത്ഥനയിൽ, കുടുംബ പ്രാർത്ഥനയിൽ ദൈവത്തിന് ആത്മാവ് ശക്തമായി ഇടപെട്ടുള്ള നിയോഗം ഓരോ കുഞ്ഞുങ്ങൾക്ക് ആ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല ആലോചന അല്ല എന്ന് ദൈവസഭയോടും കൂടിയുള്ള ആലോചന നിയോഗത്താൽ ഈ നാളുകൾ നാം നയിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം നമുക്ക് വളരെ ആവശ്യമാകുന്നു. യേശു ആത്മാവിൽ പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെട്ടു, ആത്മാവിൽ അവൻ വളർച്ച പ്രാപിച്ചു, ആത്മാവ് അവനെ നടത്തി എന്ന വചനം പറയുന്നത്. അതേ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ക്രിസ്തുവേശുവിനുള്ളവരാകുന്നു എന്ന് റോമാലേഖനം നമ്മൾ വായിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിയോഗം ആത്മാവിനാൽ നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ ആത്മാവ് കൊണ്ട് നാം നയിക്കപ്പെടണം. സ്തോത്രം. അതിന് ലഘുവായ ഒരു കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചില സഭകൾ ഈ കുറച്ച് നാൾ മുമ്പ് ഒന്നും കൂടെ ദൈവാത്മാവ് വ്യക്തമായി എന്നോട് ഇടപെട്ടുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. സഹോദരിമാർ കാലത്ത് എണീറ്റ് ചായ കാപ്പി ഉണ്ടാക്കും വീട്ടുകാർക്ക് വേണ്ടി. അതേ അപ്പോൾ ചായയും കാപ്പി ഉണ്ടാക്കുന്ന പോലും ഒരു നിയോഗം പ്രാപിച്ച് വേണം ഉണ്ടാക്കുവാൻ. സ്തോത്രം. യുദ്ധം ചെയ്യാൻ മാത്രമല്ല നിയോഗം, പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമല്ല നിയോഗം. നമ്മൾ എന്തിയേ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി നിയോഗം. അതിന്റെ അർത്ഥം അത്രത്തോളം എന്നെ ദൈവാത്മാവ് ആണ് നിയന്ത്രിക്കുന്നത്. എനിക്കൊരു താല്പര്യം ഉണ്ടായാൽ അത് പറ്റുള്ളൂ. നമ്മളതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ സാമ്പാർ പൊടിക്ക് പകരം ജോലിയാണ്ടി അറിയാതെ ചിക്കൻ മസാല ഇട്ടുകഴിഞ്ഞാല് അന്നത്തെ ഉച്ചത്തെ സാമ്പാർ എന്തായി ചെയ്യും? മാനസികമായ ചിക്കൻ കറിയുടെ ടേസ്റ്റ് വരത്തുള്ളൂ. പക്ഷേ നിയോഗത്താൽ ചെയ്യുമ്പോൾ, ചെയ്യുന്നുണ്ടെന്ന് അറിയാം എങ്കിലും പറയുന്നുള്ളൂ, നിയോഗത്താൽ ചെയ്യുമ്പോൾ അത് പിന്നെ പാസ്റ്ററും കിഡ്സിനൊക്കെ കഴിക്കുമ്പോൾ പറയും, അയ്യോ നീ ഇന്ന് വരെ ഉണ്ടാക്കാത്തൊരു സാമ്പാറാണല്ലോ ഇന്ന് കഴിച്ചത്. പക്ഷെ ഇട്ടതെന്താണ്? ചിക്കൻ മസാല. സ്വന്തം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ സഹായിക്കും, ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. നഖങ്ങളെ കുറിച്ച്, നഖം നമ്മുടെ നഖമുണ്ട്, അത് നമുക്ക് സംരക്ഷണത്തിന് വേണ്ടിയുള്ള കാര്യമാണ്. പക്ഷേ സ്തോത്രം, ഈ മൃഗങ്ങൾക്ക് നഖമുണ്ട്, പക്ഷികൾക്ക് നഖമുണ്ട്. പക്ഷിയുടെ നഖം അത് ഉപയോഗിക്കുന്നത് അതിനെ പിടിക്കാൻ വേണ്ടിയാണ്, ഭക്ഷണം പിടിക്കാൻ വേണ്ടിയാണ്. അതിന് ഭക്ഷണം പിടിക്കാൻ വേണ്ടി പിടിച്ചിട്ട് ആ നഖം കൊണ്ട് പിടിച്ചിട്ട് ആ കാലിന്മേ വെച്ചിട്ടാണ് പിന്നെ ആ കുത്തി പറിക്കുന്നത്. സ്തോത്രം. രണ്ട് വിഷയം. പിശാച് നമ്മളെ പിടിക്കാൻ വേണ്ടി അതിശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തക്കം നോക്കിക്കൊണ്ടാണ് അവൻ നിൽക്കുന്ന വചനം പറയുന്നത്. മറുവശം അത് പിശാചിന്റെ കാര്യം. നമ്മുടെ കാര്യം, നമുക്ക് ലഭിച്ച ഒരു ദൂതന ഒരു വചനം, വാക്യം, ആ ദൂതനെ മുറുകെ പിടിക്കാനാണ് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്വത്രം. ദൂതുകൾ മാത്രമല്ല, ദൂതെന്ന അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും അനുഗ്രഹിക്കപ്പെടും തലയിലെ വാലാക്കുന്ന ദൂതല്ല. അല്ലാതെ നാം ഓരോ ദിവസം ധ്യാനിക്കുന്ന വചനങ്ങൾ, ആ വചനം ആ പക്ഷി ഇതിനെ പിടിച്ചിരിക്കുന്ന പോലെ അത് അവന്റെ കയ്യിൽ വന്ന അല്ലെങ്കിൽ കാലിൽ വന്ന ആ ഇര അത് ഓടിപ്പോകാതെ തനിക്ക് വേണ്ടി എന്റേതാകുന്നു എന്ന് അതേ ധൈര്യത്തോടെ പറയുവാൻ ദൈവാത്മാവ് നമ്മൾ ആഗ്രഹിക്കുന്നു.
നമുക്ക് ലഭിക്കുന്ന വചനങ്ങൾ, നമുക്ക് ലഭിക്കുന്ന കാഴ്ചകൾ, നമുക്ക് ലഭിക്കുന്ന ആശ്വാസങ്ങളെല്ലാം പിടിച്ച് മുറുകെ പിടിച്ചു കൊള്ളുവാൻ അതിനോട് ചേർന്ന വാക്യം 124 സങ്കീർത്തനം 7 വാക്യം നമ്മൾ വായിക്കുന്നു. 124 സങ്കീർത്തനം 7 വാക്യം വായിക്കുന്നത്, വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് 124:7 വായിച്ചു, നമ്മൾ വായിച്ചു. വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കും. നാം ഇവിടെ ഇന്ന് 2024 നവംബർ മാസം 29 ഇരിക്കാൻ കാരണം നാം നമ്മുടെ മക്കളും കൊച്ചുമക്കളും പാസ്റ്ററും പാസ്റ്റർമാരും എല്ലാവരും ഇവിടെ ഇരിക്കാൻ കാരണം, അല്ലെങ്കിൽ അവരുടെ ആ സ്ഥലങ്ങളിൽ ഇരിക്കാൻ കാരണം അത് വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് പക്ഷി രക്ഷ പ്രാപിക്കുന്ന പോലെ നാം രക്ഷ പ്രാപിച്ചു. അത് ദൈവത്തിന്റെ ആത്മാവിൽ പ്രവൃത്തിയാകിയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാറുണ്ട്, ഹല്ലേലൂയ. ദാവീദിനെ മാത്രമല്ല, പിന്നെ വരുമ്പോൾ ദാനിയേലിനെ മാത്രമല്ല, ഒരു പൗലോസ് മാത്രമല്ല സിംഹത്തിന് വായിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചത്, ദൈവം അവരെ വിടുവിച്ചത്. പിന്നെയോ ഇന്ന് ഞാനും നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മയും പിശാചാകുന്ന സിംഹത്തിന് വായിൽ നിന്ന് ദൈവം വിടുവിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. എവിടെയോ വീട്ടിലോ എവിടെയായാലും അവന്റെ വായിൽ നിന്ന് വിടുവിച്ചിട്ട് കർത്താവ് നമ്മളെ താഴെ വായിച്ച വാക്യം, കെണി പൊട്ടി നാം വഴുതി. അവൻ കെണിയിട്ടു എന്തിനു വേണ്ടി? നമ്മളെ നശിപ്പിക്കുവാൻ. അത് പക്ഷെ കെണി പൊട്ടി വഴുതി പോന്നിരിക്കുന്നു. ആര് ചെയ്തു? നമ്മളെ സഹായകനായ സർവശക്തനായ ആകാശം ഭൂമിയും സമുദ്രം അതിലൂടെ എല്ലാം സൃഷ്ടിച്ച സർവശക്തനായ ദൈവം നമ്മളെ ഇന്നും കർത്താവ് കാക്കുന്നു. സ്തോത്രം. ഈ കെണിയുടെ 2 കാര്യമുണ്ട്. എന്തോ പലപ്പോഴും ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന, പക്ഷെ ഒന്നും കൂടെ ആഴമായ ദൈവാത്മാവ് തന്ന കാര്യം, നമ്മൾ ചിന്തിക്കുന്ന കെണി ഇടുന്നതിന് ഈ പക്ഷികളെ പിടിച്ച് കൊല്ലാൻ വേണ്ടിയാണ്. ഒരു ഭാഗം അങ്ങനെയാണെങ്കിൽ വേറെ ഭാഗം കെണിയിൽ ഇത് കുടുക്കിയിട്ട് ഇതിൽ പിടിച്ച് വളർത്താൻ വേണ്ടി ചെയ്യും, അല്ലേ? അങ്ങനെയാണ് നമുക്ക് ഈ കടകളിൽ പെറ്റ് ഷോപ്പ് മലയാളം പെറ്റ് ഷോപ്പ് അറിയില്ലേ? ഈ അലങ്കാര മീനുകളും പക്ഷികളൊക്കെ കാണാത്ത പോലെയാണല്ലോ. കോഴഞ്ചേരി അതില്ലേ? ലവ് ബേർഡ്സ്. അത് ലവ് ബേർഡ്സ് പേര് അക്കോട്ടെ, എന്താണോ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. അപ്പൊ അങ്ങനത്തെ പക്ഷി പിടിക്കുന്നത് എന്താണ്? ഒരു ഭാഗം നശിപ്പിക്കാൻ വേണ്ടി, അത് ഭക്ഷിക്കാൻ വേണ്ടി, മറുവശം ഇതിന് പിടിച്ച് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന അനുഭവം. പിശാച് അതും ശ്രമിക്കുന്നുണ്ട് അന്നും ഇന്നും. എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്വാതന്ത്ര്യം, എന്റെ സ്വാതന്ത്ര്യം, എന്റെ കുടുംബത്തിലെ സ്വാതന്ത്ര്യം, ദൈവ സഭയുടെ ആത്മീയമായ സ്വാതന്ത്ര്യം, അതിനെ അവൻ അത് നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ശക്തിയാകിയാൽ സ്തോത്രം, നാം വളരെ ഗൗരവത്തോടെയാണ് അവനെ കാണേണ്ടത്. അതിനുവേണ്ടി എന്ത് ശക്തി ആർജിക്കണം? ശക്തി ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഉപവാസം, പ്രാർത്ഥന, ഗൂഢാത്തി പ്രാർത്ഥനകൾ, ഇടയിൽ നിന്ന് പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, എല്ലാ സഭായോഗങ്ങളെല്ലാം നമുക്ക് ആവശ്യം ആകുന്നു. സ്തോത്രം. അപ്പൊ ഓരോ ദിവസം കർത്താവ് നമ്മളെ വിടുവിച്ചിട്ടാണ് നമ്മളെ കൊണ്ടുവരുന്നത്. സങ്കീർത്തനം തന്നെ 147 8 വാക്യം. സങ്കീർത്തനം 147 8 വാക്യം. സ്തോത്രം. ദൈവം സർവശക്തനായ ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങൾ പറയാൻ സ്തോത്രം. നമ്മുടെ ഉള്ളംകൈയിൽ വഹിക്കുന്ന കർത്താവ് നമ്മളെ നിത്യ സ്നേഹത്താൽ സ്നേഹിച്ച കർത്താവ്. ഒരു വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതേ സുവിശേഷം നമ്മളെ അറിയിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞ സുവിശേഷം എന്താണ്? സർവശക്തനായ ദൈവം നമ്മെ ദൈവത്തിന് പുത്രന്മാരും പുത്രിമാരാക്കാൻ വേണ്ടി സ്വന്തം പുത്രനെ ആദരിക്കാതെ തന്നവൻ. അതാണ് സുവിശേഷം, അതാണ് ബൈബിൾ പറയുന്നത് വാക്യങ്ങൾ. സ്തോത്രം. പിതാവ് എന്ത് ചെയ്തു? എന്നെയും നിങ്ങളെയും പുത്രന്മാരാക്കാൻ വേണ്ടി സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തവൻ. ഒന്ന് പിതാവാദയം ചെയ്തു, രണ്ടാമത് കർത്താവാണ് പുത്രനായ യേശു ചെയ്തത്. ഗലാത്യർ 1:3 നമ്മൾ വായിക്കുന്നത് പൗലോസ് പറയാണ്, ക്രിസ്തു താൻ തന്നെ ഏൽപ്പിച്ച് തന്നു. ക്രിസ്തു താൻ തന്നെ ഏൽപ്പിച്ച് തന്നു. അപ്പൊ പിതാവ് തന്നു, പുത്രൻ തന്നു. സ്തോത്രം. രണ്ടുപേരും കൂടി എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനെ തന്നു. എല്ലാം തരിക, നമ്മൾ മേടിച്ചുകൊണ്ട് ഇരിക്കുക, നമ്മൾ തിരിച്ചു കൊടുക്കണ്ടല്ലോ. മുഴുവൻ ഹൃദയത്തോടെ, അതുകൊണ്ടാണ് ദൈവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവിൽ എന്നെ സേവിക്കണം, എന്നെ ആരാധിക്കണം. കാരണം ദൈവം ചെയ്ത പൂർണ്ണതയോടെയാണ്.
പകുതി പിശി വെച്ചിട്ടോ അല്ലെങ്കിൽ ആ ഭാഗം മാറ്റി വെച്ചോ 5% മാറ്റി വെച്ചിട്ടല്ല, പൂർണ്ണമായി പിതാവായ ദൈവം ചെയ്തു, പുത്രനായ യേശു ചെയ്തു. സ്തോത്രം. ഇവിടെ വാക്യം പറയുന്നു ഹല്ലേലൂയ, അവൻ ആകാശത്തെ മൂടുന്നു. ഒരു സംരക്ഷണം ദൈവം തരുന്നുണ്ട്. അന്ന് എല്ലാ വിശ്വാസിക്കും മാത്രം, അവിശ്വാസിക്കും ഈ ആകാശത്തിന് കീഴിലുള്ള സകലവും വിശ്വാസികളായിട്ടല്ലല്ലോ, എല്ലാവർക്കും സംരക്ഷണം. ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടിക്കും സംരക്ഷണമുണ്ട്. പക്ഷെ തന്റെ മക്കൾക്ക് അതേ പ്രത്യേകമായ സംരക്ഷണമുണ്ട്. മരുഭൂമിയിൽ 30 ലക്ഷം ജനത്തിന് വേണ്ടി ദൈവം അതേ സംരക്ഷണം നൽകിയത് രാവും പകലും മേഘസ്തംഭമായി അഗ്നിസ്തംഭമായി കർത്താവ് അവർക്ക് വേണ്ടി സംരക്ഷണം നൽകിയ ദൈവം ഇന്ന് പകലും നമുക്ക് വേണ്ടി സംരക്ഷണം നൽകിക്കൊണ്ടാണ് നമ്മൾ ഓരോ ദിവസം നടത്തുന്നത്. മോശ പറയാണ്, നിങ്ങൾ കണ്ടുവല്ലോ. എന്ത് കണ്ടു? ഈ കഴിഞ്ഞ 40 വർഷം നിങ്ങളെ കരം പിടിച്ച്, ഓരോരുത്തരെയും കരം പിടിച്ച് നടത്തിയ വിധങ്ങളെ നിങ്ങൾ കണ്ട് അറിഞ്ഞു. 30 ലക്ഷം ജനത്തിന്റെ കരം പിടിച്ച് നടത്തിയ ഒരു ദൈവം. എല്ലാവരും ഒന്നിച്ച് മാത്രമല്ല, ഓരോരുത്തരും കരം പിടിച്ചു. കാരണം ഓരോരുത്തരെയും ആവശ്യങ്ങൾ, ഓരോരുത്തരും ചിന്താഗതികൾ, ഓരോരുത്തരും ഭാരങ്ങൾ, സംശയങ്ങൾ, അതേ ഭയങ്ങളെല്ലാം വേറെ വേറെയാ. പക്ഷെ ഓരോരുത്തർക്കും ആവശ്യമുള്ളത് ആ സാന്ത്വനം, ആ ആശ്വാസം, ബലവും സൗഖ്യം കൽപ്പിച്ച് കർത്താവ് കൈപിടിച്ച് നടത്തിയ വിധത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അപ്പൊ അവിടെ പറയാണ്, അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു. അത് തന്റെ ജനത്തിന് വേണ്ടി വന്നപ്പോൾ വ്യക്തമായി അവരത് അനുഭവിച്ചു. 40 വർഷം അവർ അനുഭവിച്ചു ഈ മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും ദൈവം അവരെ നടത്തി. സ്തോത്രം. അവർക്ക് ആവശ്യം ജീവന്റെ അപ്പവും ജീവന്റെ വെള്ളവും ദൈവം അവർക്ക് നൽകിയതോട്ട് സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത് പറയാണ്, അവൻ ഭൂമിക്കായി മഴയെ ഒരുക്കുന്നു. ആകാശം മൂടുവാൻ അവൻ മേഘത്തെ അവൻ നിർത്തിയിരിക്കുന്നുവെങ്കിൽ ഭൂമിക്ക് വേണ്ടി മഴയാണ് ദൈവം വച്ചിരിക്കുന്നത്. അതെന്താ? ഭൂമിക്കായി മഴയെ അവൻ ഒരുക്കി വെച്ചിരിക്കുക. എന്നാൽ തക്ക സമയത്ത്, പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം പറയാണ്, തക്ക സമയത്ത് ഞാൻ നിനക്ക് ആവർത്തന ദിവസവും 28:12 ആവർത്തനം 28:12 തക്ക സമയത്ത് ഞാൻ നിങ്ങൾക്ക് മഴയും നിങ്ങളുടെ ദേശത്തിന് തക്ക സമയത്ത് മഴ നൽകുവാനും നിങ്ങളുടെ വേല അനുഗ്രഹിക്കും. അപ്പൊ തക്ക സമയത്ത് വേല അനുഗ്രഹിക്കപ്പെടണം. തക്ക സമയത്ത് കുഞ്ഞുങ്ങളെ പരീക്ഷ പാസ്സാകണം. ഒരു വർഷം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. തക്ക സമയത്ത് ഞാൻ ചെയ്യുന്ന ബിസിനസ്, തക്ക സമയത്ത് ഞാൻ ചെയ്യുന്ന അതേ ജോലി, അതിനുവേണ്ടി ജോലി ചെയ്ത് തക്ക സമയത്ത് ആ ശമ്പളം ലഭിക്കണമെങ്കിൽ തക്കതായ സമയങ്ങൾ ഓരോ ദിവസം ഞാൻ എഴുന്നേറ്റ് വിശ്വസത്തോടെ ജോലി ചെയ്താലേ അതാവുള്ളൂ. അത് ദൈവം പറയും, തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്ത് മഴ പെയ്യ്ക്കുവാനും നിങ്ങളുടെ വേലയെല്ലാം അനുഗ്രഹിക്കുവാൻ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു. അപ്പൊ ആ ഭൂമിക്കായി എന്തോ ഒരുക്കിയിരിക്കുന്നു? ഭൂമിക്കായി മഴയെ ഒരുക്കിയിരിക്കുന്നു. മഴ എന്ത് കാണിക്കുന്നു? അനുഗ്രഹത്തെ കാണിക്കുന്നു. സ്തോത്രം. അതിന് ഏരിയാന്റെ കാലത്ത് പാപം നിമിത്തം, ജനത്തിലെ പാപം നിമിത്തം, ആ പാപം ആര് ജയിപ്പിച്ചു? അവരായി ചെയ്തല്ല, അവരെ ഭരിച്ച രാജാവ് നിമിത്തം അവരെല്ലാം പാപത്തിലായി. സ്തോത്രം. എന്ത്? അന്യദൈവന്മാരെ സേവിക്കുന്ന, ദൈവത്തിന്റെ പ്രമാണം വിട്ട് തനിക്ക് ഇഷ്ടമുള്ളത്, അവർക്ക് ഇഷ്ടമുള്ള ദൈവന്മാരെ സേവിക്കുന്ന, അല്ലെങ്കിൽ അല്ലെങ്കിൽ മാത്രം മറുവശം നമുക്ക് ഇപ്പൊ വേണമെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് പറയാം, ദൈവം ഇല്ല എന്ന് പറയുന്ന ഒരു അനുഭവം. ദൈവമില്ല എന്ന് പറയുന്ന അനുഭവം. ഓ പപ്പ പ്രാർത്ഥിച്ചതിനും കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം ഒരു അപ്പൻ മോനോട് പറയാം, മോനെ ഇന്നലെ ഇരുന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ മോൻ ചോദിച്ചു, എന്തിനാ പ്രാർത്ഥിക്കുന്നത്? വീടുണ്ട്, കാറുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഫസ്റ്റ് റാങ്ക് ആണ്, അപ്പൊ എല്ലാ കാര്യങ്ങളുണ്ട്, പിന്നെ ആവശ്യം തന്നെ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ സ്തോത്രം. അല്ല, പ്രാർത്ഥനയിൽ സ്തോത്രമുണ്ട്. അപ്പം പറയാ, അല്ല, നിന്റെ ആവശ്യം വേണ്ടിയല്ല വചനം പഠിപ്പിക്കുന്ന പ്രാർത്ഥനയിൽ സ്തോത്രമുണ്ട്. എന്നാൽ ദൈവത്തോട് നന്ദി പറയുവാൻ, ആവശ്യങ്ങൾ മാത്രമല്ല അതിലുപരിയായി നന്ദി പറയുവാൻ. നിന്റെ അപ്പൻ ചോദിച്ചത്, നീ കഷണ്ടിയിൽ ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലോ, നിന്റെ കൂട്ടുകാരുണ്ട്, അവൻ കഷണ്ടി. അപ്പൊ നീ ഇപ്പൊ അതേ സാഹലിനെ നോക്ക്, മുസ്ലിമാ, സാഹലിനെ നോക്ക്, അവൻ കഷണ്ടിയാണല്ലോ. അപ്പൊ നീ എത്രത്തോളം സ്തോത്രം പറയണം? പ്രൈസ് ലോർഡ്. അപ്പോഴാണ് ഓർത്തത്, ശരിയാണല്ലോ. പ്രൈസ് ലോർഡ്. അപ്പൊ എനിക്ക് ലഭിച്ച കാര്യങ്ങൾ കൊണ്ടല്ല ദൈവം എന്നെ ആക്കി വെച്ചത്. സ്തോത്രം. മന്ദബുദ്ധികളായ നമ്മളെ എത്ര കുഞ്ഞുങ്ങൾ, നമ്മളെന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ പാസ്റ്റർമാരെ മന്ദബുദ്ധികളായ ജനിച്ചപ്പോഴെ മന്ദബുദ്ധിയാണ്. പക്ഷെ അവരോർത്ത് സ്തോത്രം പറയുന്ന കർത്തദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. 33 വയസ്സ് കഴിഞ്ഞ ദിവസം പോയി പരിചയപ്പെട്ട ഒരു വീട്ടിൽ, അതേ അവിടുത്തെ മകള് അമേരിക്കയിലൊക്കെ ആയിരുന്നു, പക്ഷെ അവിടെ പോയി ഇതിന് ചികിത്സ ഇല്ലല്ലോ.
33 വയസ്സായ കുഞ്ഞ്, അവർക്ക് പൊതുവെ തടി കൂടുതലാണ്, വട്ടമുഖമാണ്, എല്ലാവരെയും കണ്ടാൽ ഏകദേശം ഒന്നായിരിക്കും. പക്ഷെ ആ ഞാൻ ചിന്തിച്ചു കർത്താവെ ഇടയ്ക്കിടയ്ക്ക് അവരോടും പറയുകയും ചെയ്ത് ചിലപ്പോഴൊക്കെ ജീവിതത്തിലെ ദുഃഖവും ഭാരം വരുമ്പോൾ ഞാൻ ചിന്തിക്കാൻ കർത്താവ് ഇവരെ പോലെ ആയ അത്ര നന്നായിരുന്നു. കാരണം ഒന്നും ടെൻഷനില്ല, അവർക്ക് ടെൻഷനില്ലല്ലോ. കഴിക്കുക, കുടിക്കുക, ഇന്ന് ജീവിച്ചു പോവാ. സ്വന്തം അത് അവരുടെ കാര്യം. പക്ഷെ എനിക്ക് ജീവൻ നൽകി സുബോധം തന്നത് എന്റെ സുബോധത്തിൽ എന്റെ കഷ്ടങ്ങളിലും എന്റെ ദൈവത്തെ മഹത്വം നൽകാൻ വേണ്ടിയാണ് കർത്താവ് എനിക്ക് ഇങ്ങനെ ഒരു ജന്മം നൽകിയത്. പാസ്റ്റർ പ്രാരംഭത്തിൽ പ്രാർത്ഥനയിൽ പറഞ്ഞു കഴിയുമ്പോൾ കർത്താവെ അത് ഞങ്ങളുടെ ക്ലേശങ്ങൾ, ഞങ്ങളുടെ കഷ്ടങ്ങൾ, ഞങ്ങളുടെ രോഗാവസ്ഥയിലും അങ്ങയോട് അടുക്കുവാൻ, അതെല്ലാം ദൈവത്തേക്ക് അടുപ്പിക്കുവാൻ കാരണമായി തീരട്ടെ. അതിനോട് ചേർന്ന് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ വേഗം വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം 8-ാം വാക്യം. പഴയ നിയമത്തിലെ ഒരു ഭാഗം പൗലോസ് അവിടെ എടുത്തു. 8-ാം വാക്യമാണ്. അതിന് കുറച്ച് മേളിലോട്ട്, അത് 5 തൊട്ട്. അങ്ങനെ കർത്താവിന്റെ ശിക്ഷ, മകനെ കർത്താവിന്റെ ശിക്ഷ. പഴയ നിയമത്തിൽ ഉദ്ധരണി എടുത്ത് പറയും, മകനെ എന്ന് വിളിച്ചുകൊണ്ട് മകളെ കർത്താവിന് ശിക്ഷ നിരസിക്കരുത്. പിന്നെ അവൻ ശാസിക്കുമ്പോൾ മുഷിയും. അപ്പൊ ശാസനയുണ്ട്, ശിക്ഷയുണ്ട്. ആർക്ക്? മക്കൾക്ക്. എവിടെ നിന്ന്? അപ്പനിൽ നിന്ന്. അല്ലെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗളിയന്മാർ. അപ്പൊ കൗളിയന്മാർ അല്ലാത്തതുകൊണ്ട് മക്കളായതുകൊണ്ട് മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ശിക്ഷ നൽകുന്നത്, ശാസനം നൽകുന്നത്. സ്തോത്രം. നമ്മളെ മക്കളെ നാം ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? അവർ കൂടുതൽ നന്നായി വരാൻ വേണ്ടിയാ. വായിച്ചോ, ഭാഗം വായിച്ചോ. താൻ സ്നേഹിക്കുന്നതിനെ അവൻ. പലരും പറയാറുണ്ട് ഞങ്ങൾക്ക് ഒരു കഷ്ടവുമില്ല. എന്നോട് ഇഷ്ടംപോലെ പാസ്റ്റർമാരും പറഞ്ഞിട്ടുണ്ട്. സ്വതം ഞങ്ങൾക്ക് ഒരു കഷ്ടം. എനിക്ക് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ 30 വർഷമായി 50 വർഷമായി വിശ്വാസ ജീവിതത്തിൽ 50 വർഷം 30 വർഷം 25 വർഷമായി ഒരു പനി പോലും വന്നിട്ടില്ല. സ്വതന്ത്രം. ഞാൻ ചിന്തിക്കുന്ന, ഞാൻ എൻ്റെ അവിശ്വാസിയുടെ കൂട്ടുകാരോടും പറഞ്ഞൊരു കാര്യം, എന്നെ തല്ലുന്ന ഒരു അപ്പനുണ്ട്. ആ വാക്യം താഴെ വരുന്നുണ്ട്, വായിപ്പിക്കാം. എന്നെ തല്ലുന്ന ഒരു അപ്പനെയാണ്, സർവശക്തനായ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. അവനാണ് എന്നെ വിളിച്ചത്. ഞാൻ മകനായതുകൊണ്ട് എന്നെ തല്ലും. ആ തല്ലെന്താണ്? രോഗാവസ്ഥ. സ്വതന്ത്രം. രോഗം, ക്ലേശം, രോഗം, നിന്ദകളെല്ലാം എന്താണ്? ദൈവം നമ്മളെ തല്ലുന്ന. എന്തിനു വേണ്ടിയാ? നാം അവന്റെ ശുദ്ധീകരണത്തിലേക്ക് ആയിത്തീരുവാൻ. നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ദൈവം നമ്മളെ തല്ലുന്നത്. താഴെ വെച്ചോ. താൻ സ്നേഹിക്കുന്നതിനെ ശിക്ഷിക്കുന്നു. അപ്പൊ ശിക്ഷ ഇല്ലെങ്കിൽ അർത്ഥം സ്നേഹമില്ല. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. ആ വാക്ക് നമ്മുടെ പച്ചയ മലയാളം ലോക്കൽ ലാംഗ്വേജ്. തല്ലുന്നു. ശിക്ഷിക്കാൻ മാത്രമല്ല, ശാസിക്കാൻ മാത്രമല്ല, തല്ലുന്ന ദൈവം, തല്ലുന്ന പിതാവ്. വടി അതെ ഉപയോഗിച്ചാൽ, അതെ മകന്റെ മേൽ ഉപയോഗിക്കുന്ന വചനമുണ്ട്, അത് ഉപയോഗിച്ചാൽ അവൻ മരിക്കുകയില്ല എന്ന വാക്യം അല്ലേ? വടി ഉപയോഗിച്ചാൽ അവൻ മരിക്കുകയില്ല, അതുപോലെ തല്ലിയാൽ മതി. സ്വന്തം ചാകാൻ വേണ്ടിയിട്ട് തല്ലണ്ട. പിന്നെ തല്ലുണ്ട്. എന്തിനു വേണ്ടിയാണ്? എന്നെ മടക്കി വരുത്തുവാൻ. സ്തോത്രം. എന്നെ സ്നേഹിക്കുന്ന അപ്പനുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ, രോഗം വരുമ്പോഴൊക്കെ. കഴിഞ്ഞ 2 ദിവസമായിട്ട് എൻ്റെ മുഖത്തിന്റെ പ്രയാസം ചലഞ്ച് കുറച്ച് കൂടുതലായി. അപ്പൊ ചെറിയ ഞാൻ ഓർത്ത പോലെ എനിക്കറിയാം, അപ്പൊ തന്നെ അടി കിട്ടുമെന്ന് അറിയാം. ഞാൻ എന്ത് ചെയ്താലും ചിന്തിച്ചാൽ പോലും അപ്പൊ തന്നെ ഒന്നുകിൽ കാല് മുട്ടും, അല്ലെങ്കിൽ കൈ വിടുമ്പോൾ മുട്ടും, കൈ തട്ടും, അറിയാം അത് അടിയാ. വന്നൊരു ചിന്ത പോലും എന്നെ തന്നെ വിവേചിപ്പാൻ വേറെ ആരും വേണ്ട, ആത്മീയ തന്നെ വിവേചിക്കുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് ഒരു അപ്പൻ എന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണ് ദൈവം അത് ചെയ്യുന്നത്. സ്വതന്ത്രം. വായിച്ചോ. മക്കളോടെന്ന പോലെ നിങ്ങളോട്, നമ്മോട്, ദൈവസഭയോട് സംവാദിക്കുന്നു. എന്താ സംവാദം? ദൈവം പറയാൻ ഞാൻ നിന്നെ തല്ലും, നീ ഇത് ചെയ്തു. ഞാൻ ന്യായം പറയുന്നു. ഓ അല്ല അപ്പ അതല്ലല്ലോ, അങ്ങനെയല്ലല്ലോ, അങ്ങ് കരുണയുള്ള ദൈവമല്ലേ, അങ്ങ് നീതിമാനല്ലേ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കടംപിടുത്തം പിടിക്കുക. ദൈവം തൻ്റെ കാര്യം, ദൈവം കടംപിടുത്തം പിടിക്കുന്ന ആവശ്യം ദൈവത്തിനില്ല. ദൈവം കാര്യം അത് വചനത്തിലുണ്ട്, ദൈവത്തിന് കാര്യം പറിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ അപ്പൊ പറയാം, സംവാദം ചെയ്യാം. നിങ്ങളോട് സംവാദിക്കുന്നു. ഈ വചനം നമ്മോട് സംവാദിക്കും. ഞാനും നിങ്ങളും പറയും, നമ്മൾ പറയും അയ്യോ കർത്താവേ ഇങ്ങനെ കഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്. ഇതിനോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ അത് കാലം മുഴുവൻ പൊട്ടിയാണെങ്കിലും ശരീരം മുഴുവൻ പൊട്ടിയാണെന്നിരിക്കുമ്പോൾ പുറത്തൊക്കെ ബസ്സിൽ പോകുമ്പോൾ ആൾക്കാർ അറിയാതെ ആൾക്കാർ വന്ന് ചിലപ്പോൾ ബൂട്ടിട്ട
അത് NCCയിലെ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട സമയം പോകുമ്പോൾ അവരുടെ കൂട്ടറിയാം, പോലീസുകാരുടെ കൂട്ട് പോലെയാണ്. ആ കൂട്ടിൽ അവർ അറിയാതെ ഞാൻ ഇരിക്കോ നിൽക്കോ ചെയ്യുമ്പോൾ വന്ന് ചവിട്ടും. അന്ന് ആ സമയത്ത് 8 വർഷത്തോളം ചെരുപ്പില്ലാതെ നടന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലും ചെരുപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിലും അല്ലെങ്കിലും പോലും വ്രണവുമാണ്, പൊട്ടാണ്. അതിന് പുറത്ത് ഈ അടിയിൽ ഈ ചവിട്ട് കിട്ടിയാലോ. അപ്പൊ ഞാൻ ചോദിക്കാം, കർത്താവ് അപ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ട്, കർത്താവേ ഒന്നെങ്കിൽ കൂനുണ്ട് അതിന് കുരു എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഞാൻ രോഗി, അങ്ങ് ആക്കിയത് രോഗിയാ, സ്വന്തം അത് സന്തോഷത്തോടെ വഹിക്കുന്നു, കൃപയാൽ വഹിക്കുന്നു. പക്ഷേ അത് കൂടാതെ പിന്നെയോ ഈ ചവിട്ട അവനെ തല്ലിക്കൊല്ലാൻ ദേഷ്യം വന്നിട്ടുണ്ട്, സ്വത്രം. പക്ഷെ പിൻകാലങ്ങളിൽ ക്ഷമിക്കാനും അതേ സമയം ജയം പ്രായപ്പെട്ട കർത്താവ് സഹായിക്കാൻ സ്വത്രം. താഴ്വച്ചോട് എബ്രായർ എങ്കിൽ മതി. നമ്മുടെ ലോകപ്രകാരം അപ്പനമ്മമാർ നമ്മളെ തല്ലിയെങ്കിൽ അവർ ചെയ്ത അവരുടെ ഇഷ്ടപ്രകാരം, പക്ഷെ നമ്മൾ അവരുടെ ഇഷ്ടപ്രകാരം തല്ലി. പക്ഷെ അവൻ ചെയ്യുന്നതോ നാം അവന്റെ വിശുദ്ധിയിലേക്ക് പ്രവേശിപ്പാൻ. മടങ്ങി വരെ സംഗീതം 147 അവസാന ഭാഗം. അവൻ ഭൂമിക്കായി അവൻ എന്ത് മഴയെ ഒരുക്കി വെച്ചിരിക്കുന്നു. മാത്രമല്ല അവസാനം പറഞ്ഞു നിർത്തുന്ന പർവ്വതങ്ങളിൽ പുല്ല് മുളപ്പിക്കുന്ന ദൈവം. പർവ്വതത്തിൽ പുല്ല് എന്തിനാ? ദൈവം തന്നെയാണ് മുളപ്പിച്ച. മനുഷ്യൻ അതേ വിത്ത് നട്ടിട്ട് മുളച്ചതല്ല. അത് അനാവശ്യമായി നാം ചിന്തിച്ചാലും ആ പുല്ല് തിന്നുന്ന ജന്തുക്കളുണ്ട്, ജീവികളുണ്ട്. പുല്ലോട് ജീവിക്കുന്ന ജീവികളും അവരെ പോലും സംരക്ഷിക്കുന്ന, അവരെ പോലും അവരെ ചിന്തിക്കുന്ന ദൈവത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ കർത്താവ് നമ്മുടെ കഷ്ടങ്ങളിൽ ഭാരങ്ങളും അതേ ഈ പുൽപ്പുറങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? പർവ്വത സമാനമായ വിഷയം വന്നാലും നമുക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? അവൻ പുൽപ്പുറങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കുന്നു. ആശ്വാസദായകനായി നമുക്ക് ആശ്വാസം തരുന്നു. അതാണ് യഹോവ ശാലോം, സമാധാനദായകൻ എന്ന വാക്യം അല്ലെങ്കിൽ വചനമുണ്ട്. അവൻ സമാധാനദായകനാണ്. യഹോവ റാഫ, അത് യഹോവ നിസി, നമ്മുടെ ജയക്കുടി. റാഫ നമ്മുടെ സൗഖ്യദായകൻ. യഹോവ ഈരെ, ജയക്കുടിയാകിയ സ്തോത്രം. ആ കർത്താവിനെ അതേ സേവിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിനാത്മാ നമ്മളെ ഇന്നോളം സഹായിച്ച് വഴിപ്പിക്കുക. സ്തോത്രം. നമ്മുടെ ദൈവമക്കളെ, ഈ നാളുകളിൽ ഉപവാസ പ്രാർത്ഥന പ്രാരംഭ ദിവസം ദൈവത്തിനാത്മാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന, നമുക്ക് വേണ്ടി സംരക്ഷണം തരുന്ന ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന, അവൻ നമ്മളെ തല്ലുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അതേ കഷ്ടം വരുമ്പോൾ, രോഗം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, അതേ ദൈവത്തോട് അല്ലെങ്കിൽ മർദ്ദലിക്കാതെ കർത്താവ് അങ്ങ് തന്നതിനായി സ്തോത്രം. സഹിപ്പാൻ കൃപ നൽകണമേ. അങ്ങേക്കൊണ്ട് നല്ല ഉദ്ദേശമുണ്ടല്ലോ. ആ ഒറ്റ ഒരു ഉദ്ദേശം എന്താണ്? ഞാൻ അങ്ങയുടെ വിശുദ്ധിയിലേക്ക് പ്രവേശിപ്പാൻ, ഞാൻ അങ്ങനെ അങ്ങേപ്പോലെ ആയിത്തീരുവാൻ. അങ്ങേ ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ എന്തൊരു പാത്രമായി തീരണം, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ഹിതം എന്താണെന്ന്, ആ ഹിതം, ആ പ്ലാൻ പ്രകാരം ഞാനും എൻ്റെ കുടുംബവും എൻ്റെ സഭയായി തീരുവാൻ, എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ സഭയും അങ്ങ് ചെയ്യുന്ന പണികൾക്കായി സ്തോത്രം. ആ പണി ചിലപ്പോൾ ഞങ്ങൾക്ക് എതിരായി ആയിരിക്കും, ആ പണി ഞങ്ങളുടെ ഉള്ളിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ചില സഹോദരന്മാരെ ആയിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റർമാരെ ആയിരിക്കും കർത്താവ് ഉപയോഗിക്കുന്നത്. പക്ഷെ എന്തിനു വേണ്ടിയാ? ദൈവസഭ ആത്മീയമായ വളർച്ച പ്രാപിപ്പാൻ, ദൈവസഭ ആത്മാവിൽ യുദ്ധം ചെയ്യുവാൻ, ദൈവസഭ പിന്മാറിപ്പോവാനല്ല. അവരിങ്ങനെ ചെയ്തല്ലോ, അവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ വേണ്ടിയല്ല. അവർ ചെയ്താലും എനിക്കൊരു ദൗത്യമുണ്ട്. കാരണം ദൈവത്തിന് ആത്മാവാണ് എന്നെ വിളിച്ചത്, എനിക്കൊരു നിയോഗമുണ്ട് എന്ന്. ഞാൻ മകനാകുന്നു, ഞാൻ മകളാകുന്നു. ആ മകനും മകളും ചെയ്യേണ്ട കാര്യം നാം നമ്മുടെ ജീവിതം ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ. നമ്മുടെ മക്കൾ നമ്മളെ അനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ അനുസരണ മനോഭാവമാണ് ദൈവത്തിനുള്ളത്. അതാണ് നമ്മളിൽ പകരപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച്, തൻ്റെ ഹിതം അനുസരിച്ച് പോവാൻ, അത് എന്തുതന്നെയായാലും, അത് വിശാലത മാത്രമല്ല, ഇടുക്കമാണെങ്കിലും ഞെരുക്കമാണെങ്കിലും അവിടെയും അവന് മഹത്വപ്പെടുത്തുവാൻ, അത് പാടാനും പറയാൻ എളുപ്പമാണ്. പൗലോസ് ശീലാസും കാരാഗ്രഹത്തിൽ അവരെ സ്തുതിച്ചു ആരാധിച്ചു. എന്നാൽ ഉപരിയായി നമുക്കൊരു കാരാഗ്രഹം, അത് അവസ്ഥകൾ വരുമ്പോൾ, കഴിഞ്ഞ നാളുകൾ ദൈവം വിടുവിച്ചുവെങ്കിൽ അത് ഇനി വരാൻ പോകുന്നില്ല, അത് വരാൻ പോകാനുള്ള അത് കാരാഗ്രഹ അവസ്ഥയെ കർത്താവിനെ പൂർണ്ണമായും മഹത്വകരേറ്റുവാൻ ദൈവാത്മാവ് നമ്മളെ വ്യക്തിപരമായും കുടുംബമായും സഭയായും സഹായിക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനങ്ങളുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സമയം നൽകിയ ദേവദാസനോടും സഭ നന്ദി അറിയിക്കുന്ന കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ശക്തികളിൽ നിന്നും നമ്മെ തന്നെ സൂക്ഷിച്ചു മാറുവാനായി ഇടയായി. വാക്യം ഇതാണല്ലോ, 124 വാക്യം, കെട്ടക്കാലിന്റെ കെലിയിൽ നിന്നും എന്ന പോലെ നമ്മുടെ പ്രാണനെ വഴി പ്രാണൻ എങ്ങനെയോ കെട്ടക്കാലിന്റെ
കെണിയിൽ നിന്നും വഴുതി. ഇല്ലേ? കെണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു. കെണി പൊട്ടി നമ്മൾ എന്ത് ചെയ്തു? അങ്ങനെ സ്പർശവാക്യം 6-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മാൻ ന്യായാധിപന്റെ കയ്യിൽ നിന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്കുക. സ്പർശവാക്യം 6-ന്റെ ചെറുവാക്യം നമ്മെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവതരിക്കണം. ഈ മാൻ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് തന്നെത്താനാണ് വിടുതലെടുക്കുന്നത്. ആണോ? പക്ഷിയും അതുപോലെ തന്നെ അല്ലേ? അത് ചിറകടിച്ച് എങ്ങനെയെങ്കിലും ഈ വലയിൽ അതെന്ത് ചെയ്യണം? പുറത്തു പോകുന്നത് തന്നെത്താണ്. വേറെ ആരും സഹായിക്കേണ്ടതില്ല. ഇല്ല, മാനും അതുപോലെ തന്നെയാണ്. വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും ഒന്നുകിൽ വീട്ടിൽ ഓടി എന്ത് ചെയ്യും? രക്ഷപ്രാപിക്കും. അല്ലെങ്കിൽ വേട്ടക്കാരൻ വരുന്നതിന് മുമ്പേ സ്വയം എന്ത് ചെയ്യും? രക്ഷപ്രാപിക്കാൻ കഴിയില്ലെങ്കിലോ ആ പക്ഷിയുടെ ജീവൻ എന്ത് ചെയ്യും? അപകടത്തിലാണ്. മാനിന്റെ ജീവൻ എന്ത് ചെയ്യും? അപകടത്തിലാണ്. ഇത് പകൽ അല്ലെങ്കിൽ ശത്രുവിന്റെ കെണികളിൽ നിന്നും ശത്രുവിന്റെ വലകളിൽ പക്ഷി രക്ഷകൾക്ക് പുറത്തു വരുന്നത് പോലെ മാൻ കെണിയിൽ നിന്നും പുറത്തു വരുന്നത് പോലെ പിശാചിന്റെ കെണികളിൽ നിന്നും പിശാചിന്റെ ശക്തികളിൽ നിന്നും പിശാച് ഒഴുക്കി വെക്കുന്ന പൈശാചിക ശക്തികളിൽ നിന്നും പുറത്തു വരുവാനായി വിടുവിക്കത്തക്കവണ്ണം രക്ഷിക്കത്തക്കവണ്ണം വിടുതലായിക്കത്തക്കവണ്ണം ആത്മാവിൽ വിശ്വാസത്താൽ ദൈവശക്തിയാൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ പിശാചിന്റെ പണി എന്ത് ചെയ്യും? ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ വിശ്വാസത്താൽ നമ്മൾ വിശ്വാസത്താൽ പ്രവർത്തികൾ ചെയ്യുവാനായിട്ടായിരിക്കും. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രാണനെ നമുക്ക് വിടുവിക്കുവാനായിട്ടായിരിക്കും. നമ്മൾ തന്നെയാണ് ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുക. അവസാനം 8-ാം വാക്യം വായിക്കും. 8-ാം വാക്യം വായിക്കുന്നത് നമ്മുടെ സഹായം നമ്മുടെ സഹായം എഴുതിക്കുന്നു. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ശത്രുവിന്റെ സകല കെണികളെയോ ഒഴിഞ്ഞു മാറുവാനായിട്ടായിരുന്നു ദൈവത്തിലുള്ള വിശ്വാസത്താൽ മാത്രമേ നമുക്ക് പുറത്ത് കടക്കുവാനായിട്ടായിരിക്കുള്ളൂ. ദൈവത്തെ ആത്മാവിനാൽ സംശയിക്കട്ടെ. ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിക്കാൻ എല്ലാവരും അനുഗ്രഹമായി